ഞാൻ പല സ്ഥലത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ യൂണിഫോം പരീക്ഷകൾ അല്ലെങ്കിൽ യൂണിഫോം ഇടാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് മാത്രമായിട്ട് ഒരു പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് ഒരുക്കിക്കൂടാ എന്നൊരു ചോദ്യം ഞാൻ പല സ്ഥലത്തും ഉന്നയിച്ചിരുന്നു. അപ്പം അതിൻ്റെ ഒരു മറുപടിയായാണ് എനിക്ക് ടെല്ല തോന്നിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂണിഫോം ഇടുന്ന ഒരാൾ ഉറപ്പായിട്ട് സ്മാർട്ടായിരിക്കണം. അപ്പോൾ യൂണിഫോം ഇടുന്നതിന് മുമ്പ് നമ്മൾ സ്മാർട്ടായാൽ അത് കുറേ കൂടെ നല്ലതായിരിക്കും. എല്ലാവർക്കും ടെല്ല PSCയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നുള്ളത് മാത്സ് വിപിൻ സതികുമാർ സാറാണ്. ടഫ് എക്സാംസിനും ലൈറ്റ് എക്സാംസിനും ഒരുപോലെ മാത്സ് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് സാറിൻ്റെ ക്ലാസ്സുകളുടെ പ്രത്യേകതയായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. 10ാം ക്ലാസ് എക്സാം തൊട്ട് ഡിഗ്രി ലെവൽ ഹൈക്കോർട്ട് എക്സാംസിന് വരെ ഒരൊറ്റ മാത്സ് അധ്യാപകൻ. അതാണ് സാറിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. സർ, ടെല്ല PSC ഒരുപാട് വിഷൻസുമായിട്ടും സ്വപ്നങ്ങളുമായിട്ടും ഒപ്പം നമ്മുടെ ഉദ്യോഗാർത്ഥികളെ, അതായത് PSC ഉദ്യോഗാർത്ഥികളെ അവർക്ക് ഏറ്റവും അഫോർഡബിൾ ഫീസിൽ ഏറ്റവും മികച്ച കോച്ചിങ് ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. ഓക്കെ, അപ്പം എല്ലാവരും നമ്മളോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ട് ഭീമന്മാരായ പല പരീക്ഷകളും അപ്പുറത്തുണ്ടായിട്ടും ഫോഴ്സ് എക്സാംസിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് എന്താ? എന്തുകൊണ്ടാണ് ഫോഴ്സ് എക്സാംസിൽ മാത്രമായിട്ട് നമ്മൾ ആദ്യത്തെ ഒരു വർഷം ലോഞ്ച് ചെയ്യുന്നത് എന്നൊരു ഒത്തിരി ചോദ്യങ്ങളുണ്ടായി. സാറിന് എന്ത് തോന്നുന്നു? കാരണം സാധാരണക്കാരൻ്റെ പരീക്ഷയാണ് ഫോഴ്സ് എക്സാംസ്. അപ്പം എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇതിൽ തന്നെ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചത്? ഈ കാര്യം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഈ സാധാരണക്കാർക്കുണ്ടായ എല്ലാ ഡൗട്ടും എനിക്കും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഫോഴ്സ് എക്സാം എന്നുള്ളത്. അപ്പോൾ ഈ ഡൗട്ട്സ് എന്നതിലുപരി ആ സമയത്ത് തന്നെ ഞാൻ കൃത്യമായി ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങളിത് തുടങ്ങാൻ സാഹചര്യം എന്ന്. ആ സാഹചര്യം ഒരു 3 കൊല്ലം മുമ്പ് ഞാൻ പല സ്ഥലത്തും സംസാരിച്ചിരുന്ന ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ എൻ്റെ ഒരു സംശയത്തിൻ്റെ ഒരു ഉത്തരമാണ് ശരിക്കും ടെല്ല എനിക്ക് തന്നത്. ഞാൻ പല സ്ഥലത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ യൂണിഫോം പരീക്ഷകൾ അല്ലെങ്കിൽ യൂണിഫോം ഇടാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് മാത്രമായിട്ട് ഒരു പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് ഒരുക്കിക്കൂടാ എന്നൊരു ചോദ്യം ഞാൻ പല സ്ഥലത്തും ഉന്നയിച്ചിരുന്നു. അപ്പം അതിൻ്റെ ഒരു മറുപടിയായാണ് എനിക്ക് ടെല്ല തോന്നിയിട്ടുള്ളത്. അത് ശരിക്കും യൂണിഫോം ഫോക്കസ് ചെയ്യുന്നവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഡയറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ള ഒരു നല്ലൊരു ചിന്ത അല്ലെങ്കിൽ നല്ലൊരു ഫോക്കസ് ശരിക്കും ടെല്ലയ്ക്ക് നിലവിലുണ്ട്. അത് മുന്നോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ടെല്ലയ്ക്ക് കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ സർ, നമ്മൾ സാധാരണക്കാരായ നമ്മുടെ നാട്ടിലെ യുവാക്കളെ സംബന്ധിച്ച് കാല് കുത്തി നിൽക്കാനൊരിടം. അപ്പം നമ്മൾ ആദ്യം നോക്കുന്ന എക്സാം ഒരുപക്ഷെ ഡിഗ്രി എക്സാം ആയിരിക്കില്ല. നമുക്ക് ആദ്യം ഒരു ജോലി വേണം, നമ്മുടേതായ ഒരു നിലനിൽപ്പ് വേണം, ഒരു വീട് വേണം, ഒരു കല്യാണം കഴിക്കണം. അപ്പം അവരാദ്യം ഫോക്കസ് ചെയ്യുന്ന എക്സാം മാത്രമല്ല നിയമനം. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത്യാവശ്യം കൃത്യമായിട്ട് നിയമനങ്ങൾ നടക്കുന്നുണ്ട്, ലിസ്റ്റുകൾ മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് എക്സാംസ് എന്ന് പറയുന്നത് ഒരു PSC തുടക്കക്കാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ഇപ്പോൾ ടെല്ലയുടെ PSC തുടക്കവും അങ്ങനെയാണ് ഫോഴ്സിൽ നിന്ന് ആവുന്നത്. ഇനി സാറിനോടാണ്, മാറുന്ന PSC എക്സാമുകൾ ഈ പറയുന്ന പോലെ റാങ്ക് ലിസ്റ്റുകൾ പണ്ടത്തെ അത്ര മൂവ് ചെയ്യുന്നില്ല എങ്കിൽ പോലും കൃത്യമായിട്ട് നിയമനങ്ങൾ ഒരു ഘട്ടം വരെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പുതിയ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്? അല്ലെങ്കിൽ ഒന്നാമതാവാൻ അല്ലെങ്കിൽ ആദ്യത്തെ അഡ്വൈസുകളിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ നോക്കേണ്ടത്? ഇപ്പം ജനറലായിട്ട് നമ്മളെല്ലാ പരീക്ഷകളെയും വിലയിരുത്തുന്ന പോലെ തന്നെ നമുക്ക് ഈ യൂണിഫോം പരീക്ഷകളെ നമ്മൾ ജനറലായിട്ട് തന്നെ 12th ലെവൽ എക്സാംസ് എന്നാണ് പറയുക. അപ്പോൾ ഈ പരീക്ഷകളെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പം യൂണിഫോം പരീക്ഷകൾ ഡിഗ്രി ലെവലുണ്ട്, പക്ഷേ എപ്പോഴും സാധാരണക്കാരന് പ്രാപ്യമായ ഒരു സ്ഥലത്തുള്ളത്. ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് കേരള PSC പരീക്ഷയിൽ എപ്പോഴും ജോലി കിട്ടാൻ സാധ്യത CPO പരീക്ഷ, അങ്ങനെ പറയാറുണ്ട് അല്ലേ? നമ്മളിപ്പോൾ രാഷ്ട്രീയക്കാരായാൽ പോലും എല്ലാ സമയത്തും ഇപ്പോൾ ആര് ഭരിച്ചാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയാറുണ്ട് ഇവിടെ നിയമന നിരോധനമാണ് അല്ലേ? ഈ നിയമന നിരോധനം സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകാറുണ്ട്, ഇതൊക്കെ സത്യം. നിയമന നിരോധനം എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്ന ശരിയല്ല. നിയമനം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും വേക്കൻസി ഫില്ല് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ യൂണിഫോമിന്റെ പ്രത്യേകത ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ യൂണിഫോം ഇടുന്ന ഒരാൾ, ഇപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്ഥാനത്ത് നമുക്കിനി ഭാവിയിൽ ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും AI ഉപയോഗിക്കാൻ പറ്റൂല. മനസ്സിലായി? ഒരു യൂണിഫോം ഇടുന്ന ഒരാളിന് പകരം അവിടെ ആൾ തന്നെ വേണം. അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുമെന്ന് ആരും വിചാരിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ അപ്പോയിൻമെൻറ്റ്സും ആ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് അല്ലേ? നമ്മളിപ്പം പത്രം എടുത്ത് നോക്കിയാൽ തന്നെ മാസങ്ങളിൽ ഇപ്പോൾ ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ പോലീസുകാരുടെ പാസിംഗ് ഔട്ട് പരേഡ്, അതുപോലെ അത്തരത്തിലുള്ള എല്ലാ ഫോഴ്സുകളുടെയും പാസിംഗ് ഔട്ട് പരേഡുകൾ, ഇപ്പോൾ ഫയർമാൻ, ഫയർ വുമൺ, അങ്ങനെ എല്ലാ പോസ്റ്റുകളുടെയും പാസിംഗ് ഔട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഇവിടെ നിയമനം നടക്കുന്നുണ്ട്.
ഇത് മാത്രമല്ല സൊസൈറ്റിയിൽ നിന്ന് ഒരു വലിയ റെസ്പെക്റ്റും അല്ലേ സാർ? അതെ അതെ അതെ. നമ്മളിപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെയാണ്, നമ്മളിപ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ സമീപത്തുള്ള ഒരാൾ, അതുപോലെ പോലീസായിട്ട് വർക്ക് ചെയ്യുന്ന മറ്റൊരാൾ, ഇവർ രണ്ടുപേരെയും നിർത്തിയാൽ നമ്മൾക്ക് ആരോടാണ് കൂടുതൽ ഒരു ബഹുമാനം തോന്നുക, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതെ അയാളെ എങ്ങനെയാണ് അംഗീകരിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പം നമുക്ക് എപ്പോഴും പ്രാപ്യമായത് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് എടുത്തു പറയാം, പരീക്ഷ അത്ര സിമ്പിളല്ല. പരീക്ഷ നമ്മളിപ്പോൾ ഒരു 10th ലെവൽ ഡിഗ്രി ലെവൽ പരീക്ഷ കമ്പയർ ചെയ്താൽ പോലും കമ്പാരിറ്റീവ്ലി കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ടഫായിട്ട് കാണുന്ന എക്സാംസ് ഈ 12th ലെവൽ അല്ലെങ്കിൽ യൂണിഫോം പരീക്ഷകളാണ്. അപ്പം അതിനകത്ത് നമ്മളിപ്പം എല്ലാ പരീക്ഷകളെയും അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെ ഇതിനെ പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം അതോടുകൂടി അത് കരിയർ തീർന്നു, സംഭവം കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് കാലത്തിനനുസരിച്ച് നമ്മളൊരു കോലം മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യത്തിലും സ്മാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഫോൺ ഉപയോഗിച്ചിരുന്നവർ, സാധാരണ ഫോൺ ഉപയോഗിച്ചിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലാൻഡ് ഫോൺ ഉപയോഗിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ സ്മാർട്ട് ഫോണിലേക്ക് എത്തി. ഇപ്പം സ്മാർട്ട് എന്ന് പറയുന്ന വേർഡ് ഇപ്പം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പം നമ്മൾ പഠനത്തിലേക്കും നമ്മുടെ സ്റ്റഡിയിലേക്കും കൂടി അതെ അത് എന്നാണോ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത് അന്ന് നമ്മൾ സ്മാർട്ടായ ഒരു പൊസിഷനിലേക്ക് എത്തും. നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂണിഫോം ഇടുന്ന ഒരാൾ ഉറപ്പായിട്ട് സ്മാർട്ടായിരിക്കണം. അപ്പോൾ യൂണിഫോം ഇടുന്നതിന് മുമ്പ് നമ്മൾ സ്മാർട്ടായാൽ അത് കുറെ കൂടെ നല്ലതായിരിക്കും. അപ്പൊ അതിന്റെ ഒരു പ്ലാനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ സിലബസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്കിപ്പോൾ ഒരു കഴിഞ്ഞ 5 കൊല്ലത്തെ പരീക്ഷകളുടെ ഒരു നിലവാരം പരിഗണിക്കുകയാണെങ്കിൽ മിക്കവാറും പരീക്ഷകളിലേക്ക് ഇപ്പോൾ ഈ 2022 ശേഷം അല്ലെങ്കിൽ 2022 മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള പരീക്ഷകളിലെല്ലാം സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂണിഫോം പരീക്ഷകളിലും ഈ സംഭവം കൃത്യമായി വന്നിട്ടുണ്ട്. അത് 20 മാർക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മുടെ മുന്നിലുള്ള 80 മാർക്ക്, ഇതിൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഇവരെ നമ്മളൊരു ഗ്രൂപ്പായി തിരിച്ചാൽ അവർക്ക് നമ്മുടെ പരീക്ഷകളിൽ ഉറപ്പായിട്ടും 30 മാർക്കുണ്ട്. വലിയൊരു ഭാഗമാണ്. യെസ്. അപ്പൊ അതിനെ നമുക്ക് ഒരു ഭീമമായ ഏരിയ എന്ന് വിശേഷിപ്പിക്കാം. അപ്പൊ ഇത് രണ്ടും കൂടെ സിംഹഭാഗം എന്ന് നമ്മൾ പറയുന്ന പോലെ ഇവരെ നമ്മളൊന്ന് കോർഡിനേറ്റ് ചെയ്താൽ പിന്നെ ഉറപ്പായിട്ട് ഷുവർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ സാർ? അതായത് നമുക്ക് ഒരിക്കലും തെറ്റത്തില്ല. മാത്സ് ആണെങ്കിലും ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ ഇതൊരിക്കലും തെറ്റില്ല എന്നുള്ളതാണ്. പഠിച്ചിട്ട് പോയാൽ ഇതിൽ നിന്ന് കറക്റ്റ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഈ 100 മാർക്കിൽ 50 മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു പാട്ടിൽ നിന്നാണ്. ഇപ്പൊ നമ്മൾ ഇതിനെല്ലാത്തിനും ഫുൾ മാർക്ക് പ്രഡിക്റ്റ് ചെയ്യണ്ട, വെറുതെ പ്ലെയിൻ ആയിട്ട് നമുക്ക് ചിന്തിക്കാം. 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് കൃത്യമായി ക്രമത്തിൽ പഠിക്കുന്ന ഒരാൾക്ക് 20 ഞാൻ പറയുന്നില്ല, 15 മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നു 18 എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ 18 അവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ നമ്മളിപ്പോൾ മാത്സിലേക്ക് വരികയാണെങ്കിൽ ചില പരീക്ഷകളിലൊക്കെ നല്ല പണി നമുക്ക് കിട്ടാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന്, എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, ഇപ്പൊ നമുക്ക് +1 +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ഒരു ചോദ്യം വന്നാൽ എല്ലാവർക്കും എഴുതാൻ പറ്റണമെന്നില്ല. അതെ, എന്ന് വെച്ചാൽ എല്ലാവരും പഠിക്കുന്നത് ജനറൽ ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ്. അപ്പൊ അതിനകത്ത് ഒരിക്കലും അവർ ടെക്സ്റ്റ് ബുക്കിനെ കൊണ്ടുവരണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇപ്പൊ അതിലൊരു ക്വസ്റ്റ്യൻ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും പാടായിരിക്കും. അപ്പൊ അതൊന്ന് മനസ്സിൽ വെക്കുക. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സാറ് പറഞ്ഞു മാത്സിൽ 10ൽ 10 അടിച്ചാലേ എത്തൂ, അതുകൊണ്ട് എന്തെങ്കിലും ഇതൊന്നും അടിച്ചേക്കാം. അപ്പൊ നമ്മൾ കഥ കഴിഞ്ഞു. നെഗറ്റീവ് തൊടാതിരിക്കാൻ. അതെ, അപ്പൊ നമ്മൾ ആ 9 കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ 8 കിട്ടിക്കോട്ടെ, 10ൽ 8 ഇരുന്നോട്ടെ. നമ്മളിപ്പം മലയാളം എടുക്കുകയാണെങ്കിൽ ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള ഏത് പരീക്ഷ എടുത്ത് നോക്കിയാലും മലയാളത്തിൽ 10 ചോദ്യങ്ങളിൽ 8 അടിക്കാതെ ആരും വരാറില്ല. അതുകൊണ്ട് നമുക്കത് റൗണ്ട് ചെയ്ത് 8ഓ 9 ആക്കി എടുത്തോ, 1 മാർക്ക് വിട്ടേക്ക്. ഇപ്പൊ ഇംഗ്ലീഷിലേക്ക് വന്നാലും നമ്മൾ ഈ പറയുന്ന അവസ്ഥ തന്നെയാണുള്ളത്. അതെ അതെ. അതിനകത്ത് ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് ടീച്ചർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പൊ അതിലൊരു 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് ഉറപ്പിച്ചോ. എന്നാൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ നമ്മുടെ കയ്യിൽ 40 മുകളിൽ മാർക്കുണ്ട്. ശരിയല്ലേ? അപ്പൊ 50 മാർക്കിൽ, അതായത് പകുതി മാർക്കിൽ നമ്മൾ എന്താണ് 40 മുകളിലുള്ള മാർക്ക് കയ്യിൽ വെച്ചിട്ടാണ് ബാക്കി പരീക്ഷ എഴുതുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഇതല്ല. നമ്മൾ ശരിക്കും ഇത്രയും നാൾ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ഇപ്പോഴും നമ്മുടെ PSC ആസ്പിരൻസിൽ ഭൂരിഭാഗം പേരും പരീക്ഷ എഴുതുന്ന ഒരു രീതി GK പാട്ട് ആദ്യം ചെയ്യുന്നു, എന്നിട്ട് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്ത് നെഗറ്റീവ് ഉൾപ്പെടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് നമ്മുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നത്. പിന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള കാര്യം നമ്മളങ്ങ് ഉറപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക. ഈ പാറ്റേൺ, എക്സാം എഴുതുന്ന പാറ്റേൺ മാറ്റുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു 3 മാസം അധ്വാനിച്ചാലേ മാറും. നമ്മൾ ധാരാളം മോഡൽ എക്സാംസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം സെറ്റ് ചെയ്തിട്ടാണ് പരീക്ഷ ഇടുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആദ്യം അവിടെ സ്കോർ ചെയ്തിട്ട് പിന്നെ ഇത് സാർ പറഞ്ഞതുപോലെ കയ്യിലിരിക്കുന്നത് കൊടുക്കാൻ പഠിക്കും. ഈ 50 മാർക്കിൽ നമ്മളിപ്പോ ഒരു 40 മാർക്ക്
സ്കോർ ചെയ്തെന്ന് വെച്ചോ, പോട്ടെ 35 മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചോ, ഈ സാധനം പോക്കറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് തൊടൂല. കയ്യിലൊന്നും ഇല്ലാത്തവനാണ് നെഗറ്റീവ് അടിച്ച് തുടങ്ങുന്നത്. ഒരു 5 നെഗറ്റീവ് അടിച്ച് കഴിയുമ്പോൾ അവന് അപാര കോൺഫിഡൻസ് വരും. അവൻ പിന്നെ അടിക്കുന്ന മുഴുവൻ നെഗറ്റീവായിരിക്കും. ആ വഴിക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ മാർക്ക് കയ്യിൽ വെക്കുക. അതിനുശേഷം വളരെ സമാധാനമായിട്ട് ബാക്കിയുള്ള 50 മാർക്ക് പരീക്ഷ എഴുതുക. അതിൽ നിങ്ങൾക്കൊരു 25 30 മാർക്ക് കിട്ടട്ടെ. ഈ 30 മാർക്ക് നമുക്ക് എപ്പോഴും അസറ്റ് ആയിരിക്കും. സോ അങ്ങനെ ഒരു പ്രത്യേക കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് കൂടിയൊക്കെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലർക്കെങ്കിലും പരീക്ഷ കുറച്ചുകൂടി എളുപ്പവും. പിന്നെ സാറ് മാത്സിലോട്ട് വരുമ്പോൾ മാത്സിൽ ആവറേജ് നിൽക്കുന്നവരോടാണ്. മിടുക്കർ കംപ്ലീറ്റ് ആയിട്ട് എഴുതാനുള്ളതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പം ആവറേജ് നിൽക്കുന്നവർക്ക് എങ്ങനെയാണ് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് മാത്സിന്റെ കാര്യത്തിൽ? കാര്യം കുറേ പേരുണ്ട് ബാക്കി എല്ലാം പഠിച്ചിട്ട് ഇതങ്ങ് വിടും. അപ്പം അങ്ങനത്തെ ഉള്ളവരെ എങ്ങനത്തെ എല്ലാം ഹെൽപ്പ് ചെയ്യും? യെസ്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിലേക്കാണ് നമ്മളിനി വരുന്നത്. എൻ്റെ ഏരിയയിലേക്കാണ് വരുന്നത്. 3 കാറ്റഗറി കുട്ടികളാണുള്ളത്. ഒന്ന്, മാത്സിനെ കുറിച്ച് നല്ല ധാരണയുള്ളവർ. അവരെ നമ്മൾ മൈൻഡേ ചെയ്യണ്ട. അവരെന്തായാലും എവിടെ നിന്നായാലും ലോജിക് ഉള്ളവനാണ്, അതുകൊണ്ട് അവൻ ആൻസർ കണ്ടെത്തിയിരിക്കും. രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ ഈ പറഞ്ഞ ആവറേജുകാരാണ്. പിന്നെ ഉള്ളത് ബിലോ ആവറേജുകാരാണ്. ഇതിൽ ഏറ്റവും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും ബിലോ ആവറേജുകാരായിരിക്കും. അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ഒരുപാട് പേര് മാത്സ് എന്ന് പറയുന്ന ഏരിയ നന്നായിട്ട് ഭയപ്പെടുന്നുണ്ട്. അതിന് പല റീസൺസ് ഉണ്ട്. അത് ചിലപ്പോൾ അവരെ പഠിപ്പിച്ച് തുടങ്ങിയതിൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ പല രീതിയിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രഷർ ആവാം. അതെ, അതൊക്കെ കൊണ്ട് അവർക്ക് അതിനോടൊരു പ്രശ്നമുണ്ട്, ഒരു വിരക്തിയുണ്ട്. ശരിക്കും നമ്മൾ അക്കാഡമിക്കലി പഠിക്കുന്ന കാര്യമേ അല്ല ഇത്. അക്കാഡമിക്കലി നമ്മൾ പഠിക്കുന്ന മാത്സ് നമ്മുടെ മത്സര പരീക്ഷയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വൻ പരാജയമായി പോകും. നമ്മൾ അക്കാഡമിക്കലി പഠിക്കുന്ന സ്ഥലത്ത് എത്ര എഴുതുന്നു അല്ലെങ്കിൽ എത്ര വഴിയുണ്ട്, ആ വഴിയിൽ നിന്ന് നമ്മൾ എങ്ങനെ ഉത്തരത്തിലെത്തി എന്നുള്ളതാണ് മാർക്ക്. യെസ്, പക്ഷെ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചോദ്യം കാണുന്നു, ഉത്തരം എഴുതുന്നു, ഇങ്ങനെ ഒരു പരിപാടിയാണ്. ശരിക്കും ടെക്നിക്കാണ്. ഹൈക്കോർട്ടിനൊക്കെ തന്നെ സാറ് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ ഉള്ള ഒരുപാട് വഴികളൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അങ്ങനത്തുള്ള മെത്തേഡുകളിലൂടെ തന്നെ, അതെ, ആ മെത്തേഡ്സ് തന്നെയാണ് നമ്മൾ ശരിക്കും ഫോളോ ചെയ്യുന്നത്. അതാണ് നമുക്ക് ആവശ്യവും. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, 2 തരത്തിലുള്ള ആൾക്കാർ. ഇപ്പോൾ സൈക്കിൾ ഉപയോഗിക്കുകയാണ്, ഒരു മെഷീൻ ഉപയോഗിക്കുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു സൈക്കിൾ ഉപയോഗിക്കുകയാണ്, 2 തരത്തിൽ യൂസ് ചെയ്യാം. ഒന്ന്, നമ്മൾ എല്ലാവരും ചവിട്ടുന്ന പോലെ സൈക്കിൾ ചവിട്ടാം. രണ്ടാമത്, അതിനകത്ത് അഭ്യാസങ്ങൾ കാണിക്കാം. പക്ഷെ അഭ്യാസം കാണിക്കുന്നവന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം നമുക്ക് എന്നാണോ ഈ അഭ്യാസം കാണിക്കാനുള്ള ഒരു കോൺഫിഡൻസ് വരുന്നത്, അന്ന് മുതൽ നമ്മളിത് സ്കോർ ചെയ്ത് തുടങ്ങും. മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഏറ്റവും കിടിലനായിട്ട് ഏറ്റവും സ്പെഷ്യലൈസ്ഡ് മെത്തേഡുകളിലൂടെ സ്ട്രാറ്റജിക് ആയിട്ട് തന്നെ നമ്മളിതെല്ലാം മാത്സിൻ്റെ ക്ലാസ്സുകൾ ഒരുക്കുകയാണ് വിപിൻ സാറിനൊപ്പം. അതിനോടൊപ്പം തന്നെ സാറിൻ്റെ സ്വന്തം സീരീസ് ആയിട്ടുള്ള മാത്ത് മാജിക് നമ്മൾ 1-ാം തീയതി തൊട്ട് ലോഞ്ച് ചെയ്യും. നിങ്ങൾക്ക് വീക്കിലി സാറിൻ്റെ ലൈവ് സെഷൻസ് കാണും. അതിൽ ഈ പറയുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസും വഴിമാറി വരുന്ന ചോദ്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യും. SCRT NCRT പുസ്തകങ്ങളിലെ ചോദ്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്ത് ഇനി വരുന്ന CPO എക്സാമിന് അല്ലെങ്കിൽ ഇനി വരുന്ന ഫോഴ്സ് എക്സാംസിന് ഏറ്റവും നന്നായിട്ട് മാത്സിൽ സ്കോർ ചെയ്യാൻ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? അതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ക്ലാസ് ആരംഭിച്ചു, അത് ഞാൻ പിന്നെയും ചെയ്ത് പഠിച്ചു എന്നതുകൊണ്ട് കാര്യമില്ല. നിങ്ങളത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മാത്സ് ടഫാണ് എന്ന് നമ്മൾ വലിയ ആൾക്കാരോട് അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ചേട്ടന്മാരോടൊക്കെ പറയുമ്പോൾ അവരെപ്പോഴും നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എഴുതി പഠിക്കണേ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആരും അതങ്ങനെ ചെയ്യാറില്ല. കാരണം നമുക്ക് ഈ മടി മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ മടി മാറ്റി വെക്കാൻ നിങ്ങളൊരു 3 മാസം തയ്യാറായാൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം സെറ്റാക്കി എടുത്തിരിക്കുക. അതിലൊരു സംശയം ഇല്ലാത്ത കാര്യമാണ്. അപ്പം അതുകൊണ്ട് എന്നോടൊപ്പം നിന്നാൽ നമുക്കെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് നടക്കാം. നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരോടൊപ്പം നിങ്ങളും ചേരണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളും വരും എന്ന് വിചാരിക്കുന്നു. അതിന് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ടെല്ല. നിങ്ങൾ പറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കണ്ടന്റ് തരാൻ തയ്യാറാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളോടും അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമുക്ക് മന്ത്ലി ഡിസ്കഷൻസ് ഉണ്ട്. അവിടെ സ്റ്റുഡൻസ് പറയുന്ന ഫീഡ്ബാക്ക് നമ്മൾ എടുക്കും. കാര്യം നമ്മളൊരു ലോഞ്ചിങ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾ പറയുന്നത് പോലെ തന്നെ അതിൽ ഏറ്റവും പോസിറ്റീവായ കമൻസിന് നമ്മൾ അതുപോലെ നമ്മുടെ കോഴ്സ് ഫ്ലെക്സിബിൾ ആണ്. സോ 1-ാം തീയതി തൊട്ട് ഏറ്റവും അഫോർഡബിൾ ഫീസിൽ, അതായത് ടെലയുടെ ഒരു കോഴ്സും ആ 1000 റുപ്പീസിന് പുറത്തേക്ക് പോകുന്നില്ല. അത് മുഴുവൻ ഫോഴ്സ് എക്സാമും ആണ് നമ്മൾ ഈ ഒരു 999 എന്ന പാക്കേജിൽ കൊടുക്കുന്നത്. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇനി യാതൊരു ബാരിയേഴ്സും ഇല്ല. വരുന്ന വർഷം നിങ്ങളുടേതാവട്ടെ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നല്ലൊരു വർഷം ആശംസിക്കുന്നു. അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം.